ധന്യ, കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരം മേയർ അവരുടെ ഭർത്താവുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു KSRTC ബസ്സുമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഡ്രൈവർ മേയറെ എന്തോ ഒരു അംഗവിക്ഷേപം മോശം രീതിയിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. പിന്നീട് അവർ വാദിച്ചത് എല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു വൻ വിവാദമുണ്ടായിരുന്നു. അതിൽ പിന്നെ ആ KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ഉണ്ടായി. പിന്നെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായതായിട്ട് അറിവുണ്ടോ? ചേച്ചി, ഈ യദു എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ, അതായത് ഈ KSRTC എംപാനൽ വിഭാഗത്തിൽ, അതായത് ഈ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപയ്ക്കകത്തെ സാലറി ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്, വാങ്ങുന്നില്ല, ഒരു ചെറുപ്പക്കാരനാണ്. നമ്മളൊക്കെ ഓണം എല്ലാവരും ആഘോഷിച്ചില്ല എങ്കിലും മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി MLA സച്ചിൻ ദേവും തിരുവനന്തപുരം മേയറമ്മയും ഓണം നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും. കാരണം കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ രണ്ടാമത്തെ ഓണമാണ്, നന്നായി ആഘോഷം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഓണം ആഘോഷിക്കാൻ പോലുമുള്ള മാർഗമില്ലാതായി അവൻ നടുവഴിയിൽ നിൽക്കുകയാണ്. അതായത് ഈ മേയറമ്മയുടെ കലിപ്പ് ഇപ്പോഴും തീരുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ യദുവിനെ ജോലിയിൽ തിരിച്ചെടുത്തിട്ടില്ല. അന്ന് അന്വേഷണ വിധേയമായി യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷേ പിന്നീട് അക്കാര്യത്തിൽ ഈ ബസ്സിലെ മെമ്മറി കാർഡ് ഒറ്റ ദിവസം കൊണ്ട് കാണാതായി. മെമ്മറി കാർഡ് ആരെടുത്തെന്നോ അത് ആരെടുത്തു എന്നുള്ളത് നമുക്കറിയാം. കാരണം യദു പിന്നെ വാദപ്രതിവാദങ്ങൾ നടത്തിയത് തലസ്ഥാനത്തെ മേയറോടാണ്, ഭരണപക്ഷത്തിരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു മേയറോടാണ്. CPM-ന് ഏറെ പ്രിയപ്പെട്ട അവരുടെ കുഞ്ഞു പെങ്ങളോടാണ് തർക്കിച്ചത്. മാത്രമല്ല അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് CPM-ന് ഏറെ ഇഷ്ടപ്പെട്ട ബാലുശ്ശേരി MLA കൂടിയാണ് സച്ചിൻ ദേവ്. അപ്പോൾ മറുഭാഗത്ത് ഉന്നതരായുള്ളവർ നിൽക്കുമ്പോൾ യദുവിന് നീതി കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. യദു ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? ഇപ്പോൾ സർക്കാരല്ല, സാധാരണക്കാരായ ഒരാളോടാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വാക്ക് തർക്കം. യദു ഇവിടെ കുറ്റക്കാരനല്ല, വാക്ക് തർക്കം ഉണ്ടായത് എന്ന് അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഒരു പക്ഷേ യദുവിന് സർക്കാരിൻ്റെ വാതിൽ മുട്ടാം, എനിക്ക് നീതി കിട്ടണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് അന്വേഷിക്കട്ടെ എന്നുള്ളത്. ഇവിടെ യദു മേയറമ്മയെ സംരക്ഷിക്കുന്നവരുടെ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് എങ്ങനെയാണ് യദു യാചിക്കുന്നത്? എനിക്ക് ജോലി വേണം, എന്റെ കുടുംബം പുലർത്തണം എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നു മന്ത്രി ഗണേഷ് കുമാറിനും അറിയാം ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയാത്തതാണ്. അതെ, തീർച്ചയായിട്ടും തെളിവുകളെല്ലാം യദുവിന് അനുകൂലമാണ്. പക്ഷേ ഈ ബസ്സിലെ മെമ്മറി കാർഡ് അത് പോലീസ് പരിശോധനയ്ക്ക് എത്തിയതിന് മുമ്പേ അത് മുക്കേണ്ടവർ മുക്കി എന്നുള്ളതാണ്. അത് പിന്നെ യദുവിൻ്റെ തലയിലേക്ക് ഇട്ടു, യദുവാണ് കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നീട് മെമ്മറി കാർഡ് പോയ വഴിയൊന്നും പോലീസ് അന്വേഷിച്ച് പോയില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മേയറെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം, യദുവിനെ കാരണം കരണത്തടിക്കണം, ഇതാണല്ലോ പോലീസിന്റെ നിലപാടെന്ന് പറയുന്നത്. ആ സമയത്ത് ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ തന്നെ വേറൊരു വശം ഉണ്ടായിരുന്നത്, മേയറായ ഒരു സ്ത്രീക്ക് നേരെ ഇതാണ് നീക്കമെങ്കിൽ, അതായത് ഈ യദുവിന്റെ സമീപനം ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് നേരെ യദു എന്തായിരിക്കും ചെയ്യുമായിരുന്നത് എന്നാണ്. മേയർ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല, തലസ്ഥാനം ഭരിക്കുന്ന ഒരാളാണ് മേയർ. തലസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥയും ഓരോ കാര്യങ്ങളും ചെന്ന് നോക്കി അറിയാം എന്താണ് ആ സ്ത്രീ, അങ്ങനെ തന്നെ വിളിക്കണം. അവർ ഔദ്യോഗിക പദവിയിലുള്ള അവരെന്താണ് അവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്കെതിരെ ഒരാൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്ര ഉന്നത തലത്തിലുള്ള ആളാണെങ്കിലും തിരിച്ച് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ തിരിച്ചത് ന്യായീകരിക്കുക തന്നെ ചെയ്യും. അവിടെ വലിപ്പ ചെറുപ്പമോ ഒന്നും നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ സീബ്ര ലൈനിൽ കാർ കൊണ്ടിട്ടാൽ സാധാരണക്കാരായി, ഇപ്പോൾ പ്രീത ചേച്ചി വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, ഞാനും വാഹനം ഓടിക്കുന്ന ഒരാളാണ്. നമ്മളൊരു KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി സീബ്ര ലൈനിൽ വാഹനം കൊണ്ടിട്ടാൽ എന്തായിരിക്കും? ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കുറ്റം. സീബ്ര ലൈനിൽ വാഹനമിട്ടാൽ മേയർ ഈ വണ്ടിയെ ചേസ് ചെയ്ത് ഈ KSRTC ബസ്സിനെ ചേസ് ചെയ്ത് സീബ്ര ലൈനിൽ, പാളയം സീബ്ര ലൈനിലാണ് ഈ വാഹനം മേയറും ഭർത്താവും മേയറുടെ ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന വാഹനം കൊണ്ടിട്ടത്. എന്നിട്ട് മേയർക്കെതിരെ ഒരു ചെറുവിരൽ ഇവിടുത്തെ ഏതെങ്കിലും നിയമവ്യവസ്ഥ അനക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിർന്നത്? അവർ പറയുന്നത് ഈ വാഹനം KSRTC ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്തിരുന്ന ഈ ഡ്രൈവറായ യദു അവരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചു. അത് ഇവർ താഴെ കൂടെ പോകുന്ന കാറിൻ്റെ കണ്ണാടിയിലൂടെ ഇവർ കണ്ടു എന്നുള്ളത്. അത് വിദഗ്ധരായിട്ടുള്ളവർ അന്ന് തന്നെ പറഞ്ഞു, എത്ര പൊക്കത്തിൽ, അത്രയും പൊക്കത്തിലാണ് ഒരു ബസ് പോകുന്നത്,
അതിൻ്റെ താഴെ കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന് എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ ഇവർ രക്ഷപ്പെടാനാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചതെന്ന് അന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ. അപ്പോൾ അവരെന്തിനായിരിക്കും ഇവരെ ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തിയത്? അന്ന് ഈ സൈഡ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞായിരുന്നു അന്ന് കേസുണ്ടായത്. ഈ സൈഡ് കൊടുക്കാതെ വന്നു, ഞാൻ മേയറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരനാണ് യദുവും പ്രതികരിച്ചു. സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ കാർ കൊണ്ടുവന്ന് ക്രോസ് ചെയ്യുന്നത്. പിന്നീട് പിടിച്ചു നിൽക്കാനാണ് ഈ ലൈംഗിക ആംഗ്യം കാണിച്ചു. ഈ യദുവിൻ്റെ ലഹരി വസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് കണ്ടു. അത്തരത്തിൽ പിന്നീട് അത് ബിസ്ക്കറ്റ് കവറാണത് തെളിഞ്ഞു ആ പുറത്തേക്ക് എറിഞ്ഞത്. യദു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു, തെളിഞ്ഞു അത്. പിന്നീട് അത് CCTV-യിൽ ബിസ്ക്കറ്റ് കവറാണെന്ന് തെളിഞ്ഞു. യദുവിൻ്റെ ഭാഗത്ത് ഒരു മേയറോട് ചിലപ്പോൾ കയർത്ത് സംസാരിച്ചു എന്നുള്ളത് വലിയ കുറ്റമായി ഇവർ കണ്ടിരിക്കാം. ആ ഒരു കുറ്റത്തിന് ആ ചെറുപ്പക്കാരനെ അവിടെ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമോ? മേയർ ആണ് എന്ന് അറിയാം, അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്, അധികാരമുണ്ട് എന്നെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നിട്ടും അവരൊരു സ്ത്രീയാണ് എന്ന രീതിയിൽ അവരോട് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അധികാരത്തിന്റെ പിൻബലമോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലാത്ത ഒരു സാധാരണ സ്ത്രീ എന്താണ് അനുഭവിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അവരെ യദുവിനെ ഇവർ മേയർ ആണെന്ന് അറിയുന്നത് തന്നെ ആ സമയം യദു അത് ചോദിക്കുന്നുണ്ട്. യദുവിനോട് ഇവർ പറയുന്നുണ്ട് ആ വീഡിയോയിൽ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ, ഞാൻ തിരുവനന്തപുരം മേയറാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, മേയറായാൽ എനിക്കെന്താ? നമ്മൾ പോകുന്ന ഒരു വാഹനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഹോൺ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി കൊണ്ടുവന്ന് സീബ്ര ക്രോസിലിടുന്നു. പിന്നീട് ആ വണ്ടിയിലുള്ള MLA ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനകത്ത് കയറിയിട്ട് വീഡിയോ എടുത്ത ചെറുപ്പക്കാരൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ഇവർ ചെയ്യുന്നത് സത്യസന്ധമായ കാര്യമായിരുന്നുവെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ല, ഞാൻ മേയർ ന്യായീകരിക്കുന്നതല്ല, സാധ്യതയെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ ആദ്യം ഈ യദു ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് വീഡിയോയിലില്ല, ദൃശ്യങ്ങളിലില്ല. അപ്പോ ഞാൻ ധന്യയെ തെറി വിളിച്ചു, തിരിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആരും കണ്ടിട്ടില്ല. പക്ഷെ ധന്യ തിരിച്ചെന്നെ ആക്രമിക്കുന്നത് ഒരാൾ വന്ന് വീഡിയോ എടുത്ത് ധന്യയാണ് എന്നെ ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും യാഥാർത്ഥ്യം മറച്ചു വെക്കപ്പെടില്ല. ഞാനല്ലേ ധന്യെ പ്രകോപിപ്പിച്ചത്? അല്ല, അവിടെ യദു ആ വാഹനത്തിൽ ഇരുന്ന് എന്താണ് നടക്കുന്നത് എന്ന് തുടക്കം മുതൽ വീഡിയോ എടുത്ത ആളിന്റെ കയ്യിൽ നിന്നാണ് MLA വന്ന് അത് പിടിച്ചു വാങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. യദു ചേസ് ചെയ്തിട്ടുണ്ട്, ഇവരെ ഡ്രൈവിങ്ങിന് തടസ്സപ്പെടുത്തി ഒരു ചേസിംഗ് നടന്നതിന്റെ അത് CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ചേസിംഗിന്റെ ഒരു സാധ്യത അവിടെ ഇല്ല. ഇവർക്ക് വഴി കൊടുത്തില്ല, അതായത് ഇവർക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞാണ് ഇവർ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നീട് അത് പുറത്തു വരികയും ചെയ്തു. അപ്പോഴാണ് ഈ ആംഗ്യം കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തിയത്. CCTV ക്യാമറയിൽ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് പിറ്റേ ദിവസം തന്നെ മേയർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുൾപ്പെടെ മാധ്യമങ്ങൾ മുഴുവൻ അത് പിന്നീട് വാർത്തയാക്കി. കാരണം അവിടെ CCTV ദൃശ്യമുണ്ട്. പാളയം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ തിരുവനന്തപുരത്തുകാരാണ്. മുക്കിലും മൂലയിലും ഒക്കെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയോ 3 പേരെ അങ്ങനെയല്ല, നമ്മളത് ഉദ്ദേശിച്ചത് സമൂഹത്തിലുള്ളവരാണ്. ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയോ അല്ലെങ്കിൽ 3 പേരെ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റിയടിക്കാനായിട്ട് എല്ലാ മുക്കും മൂലയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയിൽ കൃത്യമായ ദൃശ്യങ്ങൾ പകർന്നിട്ടുണ്ട്. അതോടുകൂടി മേയറുടെ കള്ളം പൊളിഞ്ഞു പാളിസായി എന്നുള്ളതാണ്. ശരി, ഇതെല്ലാം കഴിഞ്ഞ കാര്യം. ഇനി അടുത്ത് നമ്മൾ ചർച്ച തുടങ്ങിയത് എന്താ? യദു തിരികെ ജോലിയിൽ പ്രവേശിച്ചോ? ഇല്ല. അതാണ് ചേച്ചി പറയുന്നത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ ഉന്നത സ്വാധീനമുള്ളവർ വിചാരിച്ചാൽ ഒരു പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് യദു എന്ന് പറയുന്നത്. ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ റോബിൻ ഗിരീഷ്, വലിയ വിവാദമായ ബസ്സിന്റെ ഓണറാണ് റോബിൻ ഗിരീഷ് വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, യദുവിന് ഞാൻ ജോലി കൊടുക്കാം, ഡ്രൈവറായി ഞാൻ ജോലി കൊടുക്കാം. എന്തിനാണ് ഇത്രയും കള്ളക്കഥകൾ മെനഞ്ഞിട്ടും ഇയാൾ എന്തിനാണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഈ കുറച്ച് 2-3 ദിവസം മുമ്പ് ഞാൻ വീണ്ടും ഒരു വീഡിയോ കണ്ടു. യദു, ഞാൻ ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല, തെറ്റ് ചെയ്യാത്ത ഞാൻ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്, ഇതുവരെ അന്വേഷണം കഴിഞ്ഞിട്ടില്ല. എന്ത് അന്വേഷണമാണ് ഇവർ നടത്തുന്നത്? മേയറെ സംരക്ഷിക്കും. കാരണം യദുവിനെ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചാൽ
മേയർ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് തെളിയും. അപ്പോൾ അതുകൊണ്ട് യദുവിനെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. മന്ത്രി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സുരേഷ് ഗോപിയുടെ വേറൊരു വെർഷനാണ്. പറയാനുള്ളത് കൃത്യമായി പറയുകയും ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു മന്ത്രി MLA കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. പക്ഷേ ഗണേഷ് കുമാറിന് ചില പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിലാണ്. അദ്ദേഹത്തിന് അറിയാം തെറ്റ് ആരാണ് ചെയ്തത്, ആരുടെ ഭാഗത്താണ് ന്യായം, ആരെയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ടത്, ആരെയാണ് മാറ്റി നിർത്തേണ്ടതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിനും ചില അവസരങ്ങളിൽ ഒന്നും ചെയ്യാതെ എല്ലാം കണ്ടും കേട്ടും നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് യദുവിൻ്റെ ഈ ജോലിയിൽ കയറ്റാതെ യദുവിനെ പുറത്ത് നിർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 4-5 മാസമായിട്ടുണ്ടാവും സംഭവം നടന്നിട്ട്. അപ്പൊ ഈ ഇത്രയും കാലവും യദുവിന്റെ ഒരു അന്നം മുട്ടിച്ച ഒരു രീതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും യദുവിന് ജോലിയിൽ പ്രവേശിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ.